ഗൈസ് നമ്മുടെ ടൈം വളരെ കുറവാണ്. സോ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഇൻട്രോ എടുത്ത് തീർക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൈ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അഭിനവ്. ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഇൻട്രോ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് അബിയൽസ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഇവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ടന്റും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം തോന്നിയ ഒരു ഐഡിയ ആണ് രണ്ടാൾക്കും കൂടെ ഒരു കോമൺ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നുള്ളൊരു സാധനം. ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്ന ടൈമിലുള്ള നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഞങ്ങൾ ക്യാപ്ചർ ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്റെ യൂട്യൂബ് ചാനലിലുള്ള മെയിൻ കണ്ടന്റ് ഡാൻസ് കാര്യങ്ങളൊക്കെയാണ്. എന്റെ ഡാൻസ് മാത്രമല്ല, കൂടുതലും ബ്ലോഗിങ്, സംസാരം, നാട്ടുവർത്തമാനം, വീട്ടുവർത്തമാനം ഒക്കെയാണ്. ഡാൻസ് വീഡിയോസ് എന്ന് പറയുമ്പോൾ മെയിൻലി യൂട്യൂബിൽ ക്ലാസിക്കൽ ഡാൻസ്. ഞാൻ വെസ്റ്റേൺ ആണ് ഡാൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള അടിപൊളി മെമ്മറീസും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 വർഷം മുന്നേ ഉള്ള സംഭവങ്ങൾ വരെ. ഇപ്പോൾ ഞങ്ങൾക്കൊരു ന്യൂസ് പഠിക്കുന്ന സമയത്തൊക്കെ റിവൈൻഡ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സംഭവമാണ്. ബട്ട് യൂട്യൂബിലായതുകൊണ്ട് ഏത് സമയം എപ്പോഴോ വേണമെങ്കിലും നമുക്കതെടുത്ത് കാണാം. കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് ഒക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ഡാൻസ് ക്ലാസ് ഉണ്ട്. യെസ്, ആളാണ് വെസ്റ്റേൺ എടുക്കുന്നത്, ഞാൻ ക്ലാസിക്കൽ. ഞങ്ങളുടെ ഡാൻസ് ക്ലാസിന്റെ പേരെന്താണ്? ഞങ്ങൾ എങ്ങനെ ഞങ്ങളായി എന്നുള്ളൊരു സാധനം, അതാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ. ഇപ്പൊ ഞങ്ങളുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് കോട്ടയുടെ അടുത്തുള്ള നൈസ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു കുഞ്ഞു പാർക്കിലാണ്. ഇവിടെ കാര്യമായിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം വീഴണം. അതന്നെ, ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നു. ഇവിടെ നല്ലൊരു ആംബിയൻസ് ഉണ്ടാവും പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ മഴ സീസൺ ആയതുകൊണ്ട് ആംബിയൻസ് നല്ല ആംബിയൻസ് ഉണ്ട്, പക്ഷെ ഇരിക്കാൻ ചെയറുകളിലൊക്കെ വെള്ളമാണ്, ചളി വെള്ളം ചളി. ഞങ്ങളപ്പോ ഉള്ളതിലൊരു കുറച്ച് നല്ലൊരു തണല് നോക്കിയിരിക്കുകയാണ്. പിന്നെ ഗ്യാങ് ആയിട്ട് ആദ്യം 4 ബോയ്സ് അപ്പുറത്തോടെ പോയി, പിന്നെ ഇതിപ്പോ 3 ഗേൾസ് ഇപ്പുറത്തോടെ പോയി. ഞാൻ ബോയ്സിനെ ശ്രദ്ധിച്ചു, ഞാൻ ഗേൾസിനെ ശ്രദ്ധിച്ചു. അങ്ങനെയൊക്കെ ഞങ്ങൾ രണ്ടാളും മാത്രമല്ല, ഇത് ഞങ്ങളുടെ രണ്ടുപേരും കൂടെ ഉള്ള ഒരു ചാനലാണെങ്കിൽ കൂടെ ഞങ്ങളുടെ ഈ ചാനലിൽ ഞങ്ങളുടെ ബാക്കി എല്ലാവരെയും ഞങ്ങൾ ഇതിൽ കാണിക്കുന്നതായിരിക്കും. പാരന്റ്സ് ഉണ്ടാവോ? പിന്നെ ഫ്രണ്ട്സ് ഉണ്ടാവോ? കസിൻസ് ഉണ്ടാവോ? കൊതുക് അതാ മടിയിൽ. സോറി, ഒരു കൊതുക് വന്നിരുന്നപ്പോ ഒന്ന് കൊടുത്തതാ. ഒരു ദുർബല സാഹചര്യത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുന്നത്. അത് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അൺഎക്സ്പെക്ടഡ്ലി ഒരു ഡാൻസ് ക്ലാസ് മുഖേന കണ്ടുമുട്ടിയതാണ്. അളിയെന്ന ഇവളെ വിളിക്കാറ്. എന്തിനാന്ന് എനിക്കറിയില്ല, വെറുതെ അങ്ങോട്ട് വിളിക്കാം. അത് കേട്ടിട്ട് പിന്നെ എല്ലാവരും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അളിയന്മാരാണ്, വെറും ഫ്രണ്ട്സ് അല്ല, അളിയൻസ്. ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ ഞാൻ 9 വർഷം അല്ലേ, 2017 മുതൽ ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നതായിരുന്നു. നീ വന്നത് എപ്പോഴായിരുന്നു? 2023 വർഷമായില്ലേ? 4 വർഷമായി. ഞാൻ 9 വർഷമായി. അവിടെ വന്നു പരിചയപ്പെട്ടു. ഇവർക്ക് ഫസ്റ്റ് ക്ലാസ് എടുത്തത് ഞാനാണ്. അല്ല എനിക്ക് ക്ലാസ് എടുത്തത് ഇവനല്ല, കുട്ടേട്ടനും അഭിഷേകേട്ടനും എനിക്ക് ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ്സില് എനിക്ക് പഠിപ്പിച്ച ഡാൻസ് വന്നിട്ട് പാട്രിയോട്ടിക്സോ. പക്ഷെ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ഇട്ടിട്ട് പഠിച്ച സോങ് ഞങ്ങൾ ഒന്നും ചെയ്തില്ല. യെസ്, എന്റെ യൂട്യൂബ് ചാനലിലെ പഴയൊരു യൂട്യൂബ് ബ്ലോഗ് ഉണ്ട്, എന്റെ ഡാൻസ് ക്ലാസ് ഞാൻ കാണിക്കുന്നത്. അതില് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, ഒരു 2 സെക്കൻഡ് ഉള്ളൂ. അതില് ഞാൻ ഭയങ്കര മെലിഞ്ഞ തടിയാണ്. പക്ഷെ ഞാൻ പഴയ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാനിപ്പോ. അതിലൊരു ഗ്രേ കളർ ഹുഡിയില് ഇവിടെ ഇങ്ങനെ ഗ്രീൻ കളർ ഉള്ളത് ഞാനാണ്. ഗ്രീനാണ് എനിക്ക് ഞാൻ ഇട്ട ഡ്രസ് അറിയാം. ഇവിടെ ഗ്രീൻ കളർ ആയിട്ട് ഇങ്ങനെ ആയിട്ടുള്ള ഒരു ഹുഡിയും ഒരു ബ്ലാക്ക് ജീൻസും ആണ്. ഇവള് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ എല്ലാ പിള്ളേരും ഭയങ്കര അത് ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. LKG പഠിക്കുന്ന കുട്ടി മുതൽ കളവൻ വരെ അവിടെ കളവന്മാരായിട്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ കാര്യം. ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അപ്പൊ ഇവള് വന്നപ്പോ അങ്ങനെ 2-3 മാസം കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിന് വരാൻ തുടങ്ങി. പിന്നെ ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആയപ്പോ ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി. സിനിമയുടെ പേര് ജയിലർ. ഞങ്ങള് ജയിലറിന് പോയിട്ട് അവിടുന്ന്
ഒരു യാദൃശ്ചികമായ ഇൻസിഡന്റ് കാരണം ഞാൻ ഡാൻസ് ക്ലാസ് താൽക്കാലികമായി നിർത്തി. ഒരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട് നിർത്തി. പിന്നെ അതിന് ശേഷം ഞാൻ വരുന്നത് അടുത്ത വെക്കേഷനാണ്. ഓക്കെ, അടുത്ത വെക്കേഷൻ എന്ന് പറയുമ്പോ 2024 വെക്കേഷൻ ക്ലാസ്സിലാണ് ഞാൻ. പിന്നെ നീ നിർത്തിയല്ലോ ഞങ്ങൾ നിർത്തുന്നതിന് മുന്നേ, അതെന്താ? അതെനിക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചറിയാൻ ഒരു കഴിവുണ്ട്. ആ കഴിവിൽ ആ ഡാൻസ് ക്ലാസ് എന്തോ ഒരു കാരണം കൊണ്ട് നിർത്താൻ പോകുന്ന എന്റെ അകം മനസ്സ് പറഞ്ഞു. ഞാൻ അശരീരി കേട്ടു. പക്ഷെ ഞങ്ങൾ നിർഭാഗ്യവശാൽ ഞങ്ങൾ ആ അശരീരി കേട്ടില്ല. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് എന്നേക്കുമായി ഇല്ലാണ്ടായി. ഡാൻസ് ക്ലാസ് ഇല്ലാണ്ടായപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒരു ഐഡിയ ഇല്ല. ഇവിടെ ആയിരുന്നു ഡിഫറെന്റ് ഏജിലുള്ള ആൾക്കാർ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് ഉണ്ടായി വന്ന സംഭവം. പക്ഷെ അത് ഇല്ലാണ്ടായപ്പോ മൊത്തത്തിൽ എല്ലാവരും ഡൗൺ ആയി. പലരും പല സ്ഥലത്തുനിന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ഒരു ഡാൻസ് ക്ലാസ്സിൽ വന്ന് ചേർന്നത്. പോയപ്പോ എല്ലാവർക്കും അത് ഭയങ്കര തലക്കടിയേറ്റ പോലെ. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇങ്ങനെയാണ്. കാരണം ആ ഒരു ഡാൻസ് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും വിടാൻ പറ്റില്ല, ഡാൻസും വിടാൻ പറ്റില്ല, എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ തോന്നുന്നത്. ഞങ്ങളൊരു ഗാങ് ഓഫ് പീപ്പിൾ ഇപ്പോഴും ഉണ്ടല്ലോ. സോ ഞങ്ങള് ഇങ്ങനെ കുറെ ഡിസ്കഷൻ ചെയ്ത് നമുക്കായിട്ട് ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയാലോ എന്ന് തീരുമാനിച്ചു. പക്ഷെ ആ ടൈമിൽ 2024 നിറയെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ലല്ലോ. വെറുതെ 4 പന്തൽ കെട്ടി തുടങ്ങേണ്ട പരിപാടിയല്ല. നല്ലൊരു ഫ്ലോർ വേണം. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിലേ നമുക്കത് തുടങ്ങാൻ പറ്റും. ബഡ്ജറ്റ്, ഫ്ലോറ്, പിന്നെ ആൾക്കാര് എല്ലാവരും ഒന്ന് റെഡി ആയി കിട്ടാൻ 1 ഇയർ. ആൻഡ് 1 ഇയർ ആഫ്റ്റർ 1 ഇയർ ഫൈനലി അടുത്ത വെക്കേഷനില് 2025 നമ്മൾ പുതിയൊരു ഡാൻസ് ക്ലാസ് തുടങ്ങി. ഡാൻസ് ക്ലാസിന്റെ പേരെന്തായിരുന്നു? ദി സ്പേസ് ഡാൻസ് സ്റ്റുഡിയോ. ഏപ്രിൽ 27 ഞങ്ങൾ ഒഫീഷ്യലായി ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ആൻഡ് മെയ് 1 മുതൽ ഞങ്ങളുടെ റെഗുലർ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തു. ദി സ്പേസ് ഡാൻസ് സ്റ്റുഡിയോ. ഫ്ലോർ വരുന്നത് പാലക്കാടിന്റെ പറളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പറളി ചെക്ക് പോസ്റ്റ്. അവിടെ PKV സിറ്റി സെന്ററിന്റെ 2nd ഫ്ലോറിൽ. വലിയ ഗ്രാൻഡ് ആയിട്ടൊന്നുമില്ല. ഞങ്ങളുടെ സാറ്റർഡേ, ഞങ്ങളുടെ സൺഡേ ഞങ്ങൾ ഒരു വർഷമായി ഞങ്ങൾക്ക് ഇല്ലാതിരുന്ന ഞങ്ങളുടെ സൺഡേ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയ ദിവസങ്ങളായിരുന്നു. ഇപ്പൊ ആ ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ട് 1 ഇയർ ആയി. അതിന്റെ ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിച്ചു. ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുന്ന ആരും പ്രതീക്ഷിച്ചില്ല. കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട്. നെഗറ്റീവും പോസിറ്റീവും സങ്കടവും സന്തോഷം എല്ലാം ഉൾക്കൊണ്ട്. അതുപോലെ തന്നെ എല്ലാ സെലിബ്രേഷൻസും, വിഷു, ഓണം, പിന്നെന്തായിരുന്നു ക്രിസ്മസ്, പൂജ സെലിബ്രേഷൻ എല്ലാം ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ പൂജ ദിവസമായിരുന്നു ഇവിടെ. അയ്യോ, അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ഞങ്ങളുടെ സന്തോഷ നിമിഷങ്ങളും ഞങ്ങൾക്ക് ആഘോഷിക്കാൻ ഞങ്ങൾക്ക് ഒരു ഫ്ലോർ കിട്ടി. ഞങ്ങൾ അവിടെ ഭയങ്കര സ്റ്റിൽ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പറഞ്ഞ പോലെ ആരെയും കണ്ണേടിയൊന്നും ഏൽക്കാണ്ട് ഞങ്ങൾ അല്ല ഉണ്ട്, അത് പറഞ്ഞ കാര്യം. അതുപോലെ ഒരുപാട് പേർക്ക് ഉണ്ടാവും. സ്വാഭാവികം. ഒരു സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ നന്നാക്കാനും നല്ല ഉണ്ടാക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയ ഈ കുഞ്ഞ് സ്വർഗം നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളുടെ ബോണ്ട് സ്റ്റാർട്ട് ആയത് ഞാൻ നിർത്തിയല്ലോ, ഓഗസ്റ്റ് മാസം നിർത്തിയല്ലോ. അതിനുശേഷം ഫോണിലൂടെയുള്ള ആ കോണ്ടാക്ട് കാരണം കുറച്ചും കൂടെ ബോണ്ട് കൂടിയത് ഇവന്റെ അടുത്തും അതൊരു കഥയാണ്. അത് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം. നമുക്ക് സ്വന്തമായ ഒരു ഡാൻസ് ക്ലാസ്, അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ ഡാൻസ് ക്ലാസ് തുടങ്ങി. ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ഒപ്പുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ മുന്നോട്ട് പോയി. ഒരു വർഷം പോകുന്നു ഓൺലൈനായിട്ടും 1 വർഷം ഓഫ്ലൈനായിട്ടും ഫുള്ള് ഡാൻസ് ക്ലാസ്, ആ പരിപാടി ഈ പരിപാടി. അങ്ങനെ ഞങ്ങളുടെ ബോണ്ട് നല്ല സ്ട്രോങ് ആയി. ഒരു 4 വർഷമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ 4 വർഷമാണ്. 4 വർഷമായി ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട്. അവരെയൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോസിൽ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഞങ്ങൾ ക്യാമിയോസ് പോലെ എല്ലാവരെയും കൊണ്ടുവരാം. ഇന്ന് ഞങ്ങൾ 2 പേരെ കാണിച്ചിരാം. അപ്പൊ അവരുടെ ഒരാള് വന്നു, ഒരാള് നമ്മുടെ പാലക്കാട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവനെ പോയി കാണണം. ഒഫീഷ്യലി നിങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇറ്റ്സ് അഭിനവ് and it's Srilakshmi and our YouTube channel's name is Abhi and Sri. ഇനി ഞങ്ങൾ നേരെ ഞങ്ങളുടെ
മെയിൻ 2 പുള്ളിക്കാരന്മാരുണ്ട്. ഇവന്മാരാണ് ഞങ്ങളുടെ ഈ ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ട അല്ലേ. കുറച്ചും കൂടെ നമ്മൾ 2 പേര് കഴിഞ്ഞ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 വ്യക്തികളാണ്. അപ്പൊ അവരെയും കൂടെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് അവരാരൊക്കെയാണെന്ന് നമുക്ക് നേരിട്ട് തന്നെ പോയി കാണാം. കിട്ടിപ്പോയി. അതാണ് നമ്മുടെ തടപ്പത്തി. കമ്മിങ് അണ്ണൻ. ദിസ് ഈസ് ചിത്തു അണ്ണൻ. ഡു സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്. ലൈക്ക്, ഷെയർ, കമന്റ് അതൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ. ഇല്ല ചെയ്യട്ടെ, നമുക്ക് സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ.